എടി അങ്ങോട്ട് നന്നായിട്ട് തൂക്ക്, അതിന് വേദനിക്കൊന്നുമില്ല. ഓ തൂക്കുമല്ലേ? ആ കണ്ട അതാ കിടക്കുന്നത് അതൂടെ. ആ അച്ഛാ ഓ ഒരു കാര്യം പറയടാ. കുറച്ചു നേരം ഞാനൊന്ന് നടുവ് നിവർത്തോട്ടെ, എനിക്ക് നല്ല നടുവേന എടുക്കണം. ആ എന്നാ ഇച്ചിരി ആയിരുന്നു പറഞ്ഞോ. ഓ എന്റെ അമ്മോ എങ്ങനെയുണ്ട് ഇപ്പം? നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ടല്ല. എന്നാ വീണ്ടും കണ്ടിന്യൂ. ആശ്വാസമായില്ലേ? ബാക്കി ചെയ്തോ. ഈ അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ 2-3 ദിവസത്തേക്കൊക്കെ മാറി നിൽക്കണ്ട? എടി അപ്പൊ ഈ 365 ദിവസം പറമ്പിൽ പണിയെടുക്കുന്ന എന്റെ നടുവാ? അത് അച്ഛൻ്റെ റബ്ബർ നട്ടല്. റബ്ബർ നട്ടല്ലെന്ന്. ആ ചെയ് അച്ഛാ എന്തോ അയ്യോ അച്ഛാ, ഞാൻ തലയിറങ്ങി വീഴും. തലയിറങ്ങി വീഴൊന്നുമില്ല. തലയിറങ്ങി വീഴണമെങ്കിൽ അച്ഛൻ ഇവിടെ ഉണ്ട്. മക്കള് ചെയ് കണ്ടിന്യൂ. അതൂടെ അച്ഛാ എനിക്ക് വയ്യ. ആ വരട്ടെ. ആ അങ്ങനെ മോളെ ഇവിടെ കിടക്കുന്നു. എന്തുടാ? അല്ല നുള്ളാൻ ചൂല് വെച്ച് അടിച്ചാ മതിയാ? എന്ത് പ്രശ്നം എന്തോടാ? എന്നെ കളിയാക്കിയത് അച്ഛന് മനസ്സിലായില്ലേ? അങ്ങനെ സ്വപ്നാണെന്ന് വിചാരിച്ചാടേ. പിന്നല്ല ഞാൻ സ്വപ്നമായിരിക്കും. എന്തിനാ ഇങ്ങോട്ട് വന്നേ? അല്ല ഇതൊക്കെ അപൂർവ കാഴ്ചയല്ല. ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ വന്നതാണ്. കണ്ടില്ലേ കാഴ്ച? കണ്ടില്ലേ അപൂർവ കാഴ്ച? വേണേ ഒരു ഫോട്ടോ കൂടെ എടുത്ത് വെച്ചിട്ട് അങ്ങ് പൊക്കോ. അയ്യോ ഫോൺ എടുക്കാൻ പറഞ്ഞു കേട്ടോ, അല്ലേ ഫോട്ടോ എടുക്കും. അല്ല എവിടെ ബാക്കി ചെയ്യും. നീ ടെൻഷൻ ആവട്ടെ. നടക്കട്ടെ. ഇന്ന് നോക്കിയിരിക്കുന്ന എന്തെങ്കിലും വേണോ? ഓ 2 ഉമ്മ വരൂ. ചായ വരൂ. ചായ ഞാൻ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിച്ചു. ചായ ആണെങ്കിൽ എനിക്കൂടെ എടുത്തോണ്ടോ? എന്റെ പോന് ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്. 2 പേരും അവിടെ പോയി കഴിക്കും. സുമേഷിന്റെ എടുത്ത് വെച്ചില്ല. അവൻ ഇതൊരു കഴിച്ചില്ലേ? അവൻ ഇന്നലെ തൊട്ട് ആ റൂമിന്റെ വെളിയിലേക്കേ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഭക്ഷണം ഇവിടെ കണ്ടല്ലോ ചാടി വീഴുന്നവനല്ലേ. പക്ഷെ അങ്ങനല്ല അച്ഛാ, അവനൊരു ഉത്സാഹം ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മാമ ഇവിടെ നാളേക്ക് അങ്ങോട്ട് പോവാം. മാമന്റെ സ്വന്തം മോനല്ലേ? പിന്നെ അങ്ങോട്ട് ചോദിക്കാൻ അവൻ എഴുന്നേറ്റിട്ട് ആഫീസിലൊന്നും പോകാനല്ലോ. എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ട്. പോയി നോക്കിയിരുന്നെങ്കിൽ. ഹലോ ഇവിടെ മൊത്തം വൃത്തിയാക്കിയിട്ടേ പോകാവൂ കേട്ടാ. അവന് തെറ്റടി. എനിക്കെങ്ങനെ അറിയാം? വേണ്ടിട്ടോ? അതാ പിള്ളേരെല്ലാരും കൂടെ ചവിട്ടി എഴുന്നേപ്പിച്ച് പല്ലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാലും എന്തായാലും പറ്റിയത്. ഞാൻ ഒന്ന് പോയി നോക്കിയല്ലോ. ശരി എന്നെ തൂക്കണ്ട, തല കുത്താതെ കളിക്കല്ലേ നീ. ചിറ്റപ്പാ ഹോളിൽ പോയി കിടക്കാവാ. സുമേഷ് എന്നെ പോലെ നല്ല അടിപൊളിയായിട്ടിരിക്കേ. എന്നെ പോലെ നല്ല അടിപൊളിയായിട്ടിരിക്കേ. ഞാൻ നിന്നെ പോലെ ആര് പറഞ്ഞ് വ്യത്യാസമൊക്കെ ഉണ്ട്. എന്ത് വ്യത്യാസം? വ്യത്യാസമുണ്ട്. എനിക്ക് താടിയില്ല, സുമേഷ് താടിയുണ്ട്. പക്ഷെ വലിയ വ്യത്യാസം കേട്ടോ നീ കണ്ടുപിടിച്ചത്. എന്താ വ്യത്യാസമല്ലേ? നല്ല വ്യത്യാസം. ഒന്ന് ചുമ്മാ കിടന്നോട്ട് മനുഷ്യൻ. എന്ത് കിടക്കണ എന്ത്? സുമേഷ് ഇപ്പൊ ഒന്ന് കടന്നുള്ളച്ചാ. ഫുഡ് ഒന്നും വേണ്ടടാ. ചിറ്റപ്പന് ഫുഡൊന്നും വേണ്ടാന്ന്. ഒന്നിനോട് താല്പര്യമില്ല, ഭയങ്കര ക്ഷീണം. എന്തായി വല്ല പറഞ്ഞ? നീ തൂത്ത് കഴിഞ്ഞ ഉടനെ ഓടിങ്ങി വന്നിങ്ങനെ. ഞാൻ തൂത്ത് കഴിഞ്ഞു. ചോദിച്ചോട്ടാ എന്തേലും പറഞ്ഞു. എന്തുവാ? ഇന്നലെ അരടേശായിട്ടും ചിറ്റപ്പനും കൂടെ ഒരു കടയിൽ പോയി ഫ്രീ ആയിട്ട് കുഴിമന്തി തിന്ന്. അപ്പൊ തൊട്ട് വയറ്റിന് ഒരു കല്ലിറങ്ങിയ ഫീലാണ്. നോട്ട് ദ പോയിന്റ്. ഫ്രീ ആയിട്ട് കുഴിമ എടാ, ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും തട്ടി അങ്ങ് കയറ്റല്ലടാ. ഇതുപോലെ കിടക്കേണ്ടി വരും. ചുമ്മാ ഇരി. ചെറുക്കാൻ നിനക്ക് വിശക്കുന്നില്ലേ? ചെറുതായിട്ട്. ബാ എന്നാ ഞാൻ എടുത്തു തരാം, ഫുഡ് എടുത്തു തരാം. എനിക്ക് വയ്യ, അവിടെ വരെ നടക്കണോടി, വയ്യ. എന്നാ ഞാൻ ഒരു തട്ടത്തി വെച്ച് ഇങ്ങ് കൊണ്ടുവരട്ടാ. നിങ്ങൾ എന്തിനാ ചെറുക്കനെ കളിയാക്കുന്നേ? ഞാൻ അവനെ കളിയാക്കില്ല, കാര്യം പറഞ്ഞില്ലേ. അവന് ശരിക്കും വയ്യെന്ന് തോന്നുന്നു. അല്ലെ അവൻ ഇങ്ങനെ കിടക്കുവോ? ചേട്ടനെ വിളിച്ചിട്ട് മരുന്ന് വല്ല വാങ്ങിച്ചോണ്ട് വരാൻ പറ. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാം. വന്ന് ചെറുക്കനോട് ഒരു സ്നേഹവും ഇല്ല കേട്ടോ നിങ്ങൾക്ക്. എനിക്കാ എടി ഇവന് വേണ്ടിയില്ല തമിഴ്നാട്ടിൽ പോയി ഞാൻ കിടന്ന് മണ്ണ് കിടന്ന് ഉരുണ്ടാ തടീനോട് അടി കൂടിയത്. അപ്പൊ എനിക്ക് അവന്റെ സ്നേഹം ഇല്ലാത്തോണ്ടാണ്. ഒന്ന് പോട്ട് പുതുമേ, അവള് വെറുതെ പറഞ്ഞായിരിക്കും. ഏതായാലും സ്നേഹം ഇല്ലെന്ന് എനിക്ക് വിഷമം വരില്ല. പറഞ്ഞേ സോറി. കണ്ടാ അവന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ നോക്ക്. എനിക്ക് വയ്യ, മടിക്കുന്നേ. എന്നാ പിന്നെ ഞാനേ സോഡ വാങ്ങിച്ചോണ്ട് വന്നിട്ട് നാരങ്ങ പിഴിഞ്ഞ് ഉപ്പിട്ട് കുടിച്ചാലോ? ഒന്നും വേണ്ട, മരുന്ന് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ടാട്ടെ നീ കിടന്നോ കേട്ടോ. സോഡ വേണ്ടോ? ശല്യം ചെയ്യറങ്ങി വാ. വേണേ വാങ്ങിച്ചോ. നിങ്ങളാണ് ഇവിടെ ഏറ്റവും വലിയ ശല്യം ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളിതേ വരുന്നു കേട്ടോ. എന്തേലും ഉണ്ടെ വിളിച്ചാ മതിയേ കേട്ടോ. കണ്ടാ നല്ല മഷി പോലെ അരച്ചെടുക്കണം. മക്കളെ ആടലോടകം കൊണ്ട് ഇങ്ങോട്ടിട്ടെ. ആടലോടകം എടുത്തിങ്ങോട്ടിടാൻ. ആടാനല്ല, ആടലോടകം. അത് ഇതിനകത്ത് ഏത്? പച്ച പച്ച പച്ച. അല്ല ഇതെല്ലാം പച്ചയല്ലേ? എടാ ഇതെടുക്കടാ. ഇവനക്ക് എന്തുവാടാ ഇത്? അപ്പൊ ഇത് ഏത്? ആടലോടകം കണ്ടില്ല? അതേനെ. അത് ഇങ്ങോട്ട്. കഷ്ടം. ഇതൊക്കെ കണ്ടു പഠിക്കടാ. ഇതെന്തുവാടാ? ഇത് കാട്ടുകടി.
കാട്ടിയടിയാ ഇത് വെച്ചാണ് ഇന്ന് തോരൻ ഉണ്ടാക്കണ്ടേ എനിക്കെങ്ങും അറിയത്തില്ല കേട്ടോ അച്ഛാ. മാമ ഇത് വെച്ച് തോരൻ വല്ല വെച്ചോണ്ടല്ല ആമാശയം വരെ ചൊറിഞ്ഞു അവസാനം മറ്റേ ബ്രഷ് ഇങ്ങനെ ഇറങ്ങി. അയ്യോ ഡേയ് ഞാനേ സുമേഷിന്റെ കാര്യമായി ശ്രദ്ധിക്കുന്നില്ലെന്ന് ആരാണ് അമ്മയെ വിളിച്ചു പറഞ്ഞത്? അത് ഞാനാ. നീയാ? അത് പിന്നെ അച്ഛനല്ല എന്നെ കൊണ്ട് തൂത്തു വാരിപ്പിച്ചത്. അപ്പൊ അച്ഛമ്മ വിളിച്ചപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയി. പക്ഷെ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അവന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ രാരിച്ചൻ വൈദ്യരെ പിടിച്ചത്. ആണോ? എന്നിട്ട് അരിച്ച വരുത്തൻ എന്ത് പറഞ്ഞു? രാരിച്ചൻ വൈദ്യരെ കിട്ടിയില്ല. പക്ഷെ ഈ മരുന്നേ പണ്ട് ഇതേപോലെ ഒരു അസുഖം വന്നപ്പോ എനിക്ക് കുറിച്ച് തന്നതാ. ഞാൻ ഇത് അവനോട് കൊടുക്കട്ടെ. അയ്യോ അച്ഛാ ഇതൊക്കെ നടക്കുവോ? നീ ഇപ്പൊ നോക്കിക്കോ. ഇവിടെ മാറങ്ങോട്ട്. ഈ മരുന്ന് ചിറ്റപ്പൻ കഴിക്കോ ചിറ്റപ്പന്റെ അസുഖം പമ്പ കടക്കും. പമ്പ കടന്നു പോയി തൊഴുതില്ലെങ്കിലും കുഴപ്പമില്ല. ഈ കരിങ്ങാച്ചിറ ജംഗ്ഷൻ ഒന്ന് കടന്നു കിട്ടിയാൽ മതിയായിരുന്നു. കുറച്ചെടുത്ത് കഴിക്കാത്ത വേണ്ട, ഞാൻ കഴിച്ചാൽ ചിലപ്പോ എനിക്ക് പനി കൂടും. ആണല്ലേ? ഞാൻ അതുകൊണ്ട് അപ്പൂപ്പൻ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും. പിന്നെ ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് കാര്യമില്ല. എന്ത് പറ്റി? ഒന്ന് വയ്യ കേട്ടോ, ഒരു ഉഷാറില്ല. ഒട്ടും വയ്യേ? എന്തെങ്കിലും അസുഖം വല്ലതും ഉണ്ടാ? പനിയുണ്ടാ? ഇല്ലല്ലോ. പനിയൊന്നുമില്ല ഏട്ടാ, ഒരു ഉന്മേഷമില്ല. അച്ഛൻ എന്തോ മരുന്ന് കണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, അത് കഴിക്കാൻ പറഞ്ഞു. മരുന്ന് ഉണ്ടായിക്കൊണ്ട് വന്ന? എടേ അച്ഛൻ ഉണ്ടായിക്കൊണ്ട് വരണം. മരുന്നും കഴിക്കില്ല, അസുഖമൊന്നും മാറൂല. മാറില്ല. അങ്ങനെയാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പേ എനിക്ക് വയ്യായി വന്ന് അച്ഛൻ എന്തോ മരുന്ന് കൊണ്ടുവന്ന് ഒട്ടും മാറിയില്ല. പിന്നെ വേറൊരു വൈദ്യൻ്റെ അടുത്ത് പോയിട്ടാണ് മരുന്ന് കഴിച്ച് കുറച്ചിങ്ങനെ മാറിയത്. കിളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞോടാ നിനക്ക് വയ്യെന്ന്. അപ്പോൾ ഞാൻ വേറൊരു വൈദ്യൻ്റെ അടുത്ത് പോയിട്ടേ കൈയും കാലൊക്കെ കഴിക്കുന്നു. മരുന്ന് മേടിച്ചു. എവിടെ മരുന്ന്? സുമേഷേ മക്കളെ എങ്ങനെയുണ്ട്? കഴിച്ചോ? മരുന്ന് കഴിച്ചോ? അല്ല കഴിക്കണം. കഴിച്ചില്ല ഇതുവരെ? അല്ല വേണ്ട വേണ്ട, ഞാൻ കുറച്ചും കഴിച്ചോളാം. കുറച്ചൊന്ന് കിടന്നോട്ടെ. കഴിക്കണേ. കഷ്ടപ്പെട്ട് അരച്ചുണ്ടാക്കിയതാ. കഴിക്കോ? അവനെ നോക്കിക്കോണം കേട്ടാ. ചിലപ്പോ കഴിക്കാതിരിക്കും. അസുഖം മാറാനുള്ളതാ. ഞാൻ കഷ്ടപ്പെട്ട് പറിച്ചെടുത്ത് അരച്ചോണ്ട് വന്നടാ. അച്ഛൻ കഷ്ടപ്പെട്ട് അരച്ചോണ്ടൊന്ന് മരുന്ന് കഴിക്കണേടാ. കഴിക്കണേടാ കേട്ടാ. മരുന്ന് ഇപ്പൊ തന്നെ ശരിയാവില്ല. അച്ഛൻ ഇനിയും കയറി വരും. ഞാൻ അകത്ത് വെച്ചേക്കാം. അല്ല തന്നിട്ട് പോ. ഇപ്പഴല്ല ഞാൻ അച്ഛൻ ഇപ്പൊ എവിടെ ഉണ്ടോ നോക്കിട്ട് ഞാൻ വരാം. ഞാൻ ഇപ്പൊ വരാണെന്നില്ലേ? ഞാൻ തരാം, മരുന്ന് തരാം. നിങ്ങളെവിടെ വന്നിരുന്ന് എന്ത് കാണിക്കുവാ? ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേ? വർക്കൗട്ട്. അത് മനസ്സിലായി. ഈ നട്ടുച്ചയ്ക്ക് എന്ത് വർക്കൗട്ട് എന്നാ ചോദിച്ചേ? എപ്പോഴെങ്കിലും ചെയ്യണ്ടേ? വർക്കൗട്ട് ചെയ്യണം. എന്താ പെട്ടെന്ന് വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ? കമല മാഡം വിളിച്ച് പറഞ്ഞിരിക്കുന്ന സ്റ്റേഷനിലുള്ള ആണുങ്ങൾക്കെല്ലാം വണ്ണം കൂടുകയാണ്, കുറയ്ക്കണമെന്ന്. അതിന് നിങ്ങൾക്ക് എന്താ? ഞാൻ ഇല്ലത്തപ്പോ എന്നെ വെച്ചാണ് ആ കോമഡി ഓടണേന്ന് അവിടെ. ഓ അങ്ങനെ നട്ടുച്ചയ്ക്ക് ഒന്ന് ഭരതനാട്യം കളിക്കുന്നത്. അങ്ങനെ എന്നെ എക്സാമ്പിൾ ആക്കി ആരും കോമഡി വിടണത് എനിക്ക് ഇഷ്ടമല്ല. എന്നാ മുറുക്ക് വേണ്ട? മുറുക്കൊന്നും വേണ്ട. കോൺസെൻട്രേഷൻ കറിയാൻ വേണ്ടി. എന്തോന്ന്? ആഹാരത്തിന്റെ സമയത്ത് മുറുക്കല്ല കൊണ്ടുവരണം. ആഹാരം ചോറായോ? ചോറായി. എന്നാ അത് കഴിക്കാം. ഇവിടെ നിന്ന് ഓടിക്കൊണ്ടിരുന്ന എങ്ങനെ ചോറ് കഴിക്കുന്നേ? നിങ്ങൾക്കല്ലേ മുറുക്ക് വേണ്ടെന്ന് പറഞ്ഞു? അറിയാം. ഇപ്പൊ എടുത്തേ പ്രലോഭനം. ഇവിടെ ഉണ്ടായിരുന്നു രണ്ടുപേരും. ചേട്ടനപ്പ വന്നു? ഞാൻ കുറച്ചു നേരം വന്നിട്ട്. സുമേനെ കണ്ടാ? കണ്ടേ. അവന് കഴിക്കാനുള്ള മരുന്ന് ഞാൻ എടുത്ത് എന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് എടുത്ത് കൊടുക്കണം. ഞാൻ പുറത്തു പോയിട്ട് വരാം. ചേട്ടൻ എവിടെ പോവാ? അപ്പൊ ചേട്ടൻ കഴിക്കുന്നില്ലേ? ഞാൻ പുറത്ത് പോയിട്ട് വരാന്ന്. പുറത്ത് കഴിക്കാൻ പോണോ? ഇവൻ തിരക്കണെന്ത്? വർക്കൗട്ട് ചെയ്യുന്നു. വർക്കൗട്ട് ചെയ്യുന്നു. എന്ത് അളിയ അവിടെ തടി ഉറക്കാൻ വേണ്ടി വർക്കൗട്ട്? തടി ഉറക്കാൻ? തടി ഉറക്കാണ്. തടി ഉറച്ചിട്ട് എവിടെ പോകും? സ്റ്റേഷനിൽ തന്നെ. അല്ല അപ്പൊ മരുന്ന് എടുത്ത് കൊടുക്കട്ടെ? മരുന്ന് കഴിച്ചിട്ട് ആഹാരം കൊടുത്താൽ മതി എന്ന് അച്ഛൻ പറഞ്ഞ സുമയ്ക്ക്. ആണോ? അച്ഛൻ കാണാതെ മരുന്ന് എടുത്ത് കൊടുക്കണം. അതെന്താ? അച്ഛൻ കണ്ട അച്ഛൻ കൊണ്ടുവന്ന് മരുന്ന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പ്രശ്നം ഉണ്ടാകും. അതൊന്നും അളിയും പഠിക്കണ്ട. എല്ലാം മരുന്ന് ആഹാരമൊക്കെ അവന് കൊടുക്കണത് ഞാൻ കൊടുക്കും. അത് പെട്ടെന്നൊരു മനംമാറ്റം. അല്ല ഇവിടെ പലരും പറയണതാ എനിക്ക് അവൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ലെന്ന്. അത് തെളിയിക്കേണ്ട ഒരു അവസരമാണല്ലോ ഇത്. കഴിഞ്ഞു. അവന് ചോറും കൂടെ ഞാൻ കഴിച്ചിട്ട് അവന് ഞാൻ മരുന്ന് കൊടുക്കുന്നുണ്ട്. മരുന്ന് കഴിച്ചിട്ട് വേണം ചോറ് കൊടുക്കാൻ. അവനല്ലേ? ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞു. അങ്ങനെ